everyone, welcome back to my channel. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. ഞാൻ ആക്ച്വലി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ചെറിയ മേക്കപ്പ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്, അതിനുശേഷം ഞാൻ നൈറ്റിൽ എൻ്റെ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ കണ്ണിലെ ലെൻസ് റിമൂവ് ചെയ്യുകയാണ്. കേസിലിട്ട് വെക്കുക, അടച്ചു വെക്കുക. അടുത്തായിട്ട് ഞാൻ എൻ്റെ ഫേസിലെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനാദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ ഈ ക്ലെൻസിങ് വാട്ടറാണ്. ഞാനിവിടെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്ലെൻസിങ് വാട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ ഞാൻ ഗാർണിയറിൻ്റെ ക്ലെൻസിങ് വാട്ടർ ഉപയോഗിച്ച് എൻ്റെ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലെൻസിങ്ങിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോക്സ് ടെയിലിൻ്റെ ദ ബ്രൈറ്റ് സൈഡ് പ്യൂരിഫൈ ആൻഡ് ഗ്ലോ വീക്ക് ഡേ ക്ലെൻസർ പ്ലസ് വീക്കെൻഡ് ഫേസ് മാസ്ക് ആണ്. ഇതൊരു 2-in-1 പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ക്ലെൻസറായിട്ട് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലത്. പക്ഷേങ്കിൽ അറ്റ് പ്രസൻറ്റ് എൻ്റെ ഓയിൽ ബേസ്ഡ് ക്ലെൻസർ തീർന്നുപോയി. സോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഈ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു നോർമൽ ക്ലെൻസർ ഉപയോഗിക്കുന്നത്. സോ ഞാനിപ്പം ഈ ക്ലെൻസർ ഉപയോഗിച്ച് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫോക്സ് ടെയിലിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ച് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസിങ്ങിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് പ്ലിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജാമുൻ ക്ലാരിഫയിങ് ഫ്രൂട്ടി ടോണറാണ്. ടോണറിന് ശേഷം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സെറമാണ്. ഇത് ബ്രൈറ്റ് കംപ്ലീറ്റ് ഓവർനൈറ്റ് ബൂസ്റ്റർ സെറമാണ്. ഇതാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലൊരു സെറമാണ് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സെറം. അടുത്തതായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫോക്സ് ടെയിലിൻ്റെ റെറ്റിനോൾ നൈറ്റ് ക്രീമാണ്. ഇത് 1 or 2 a week അപ്ലൈ ചെയ്യുന്നതാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനും 1 or 2 ഒരു വീക്കിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുകയാണ്. ഇത് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഫോക്സ് ടെയിൽ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെറ്റിനോൾ എല്ലാവരുടെ സ്കിന്നിനും പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല. സോ എല്ലാവരും ഒന്ന് സ്കിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ റെറ്റിനോൾ ക്രീമും എല്ലാം ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അടുത്തായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എം കഫേൻ്റെ കോഫി അണ്ടർ ഐ ക്രീമാണ്. സോ അങ്ങനെ എൻ്റെ 2 കണ്ണിലും ഞാൻ അണ്ടർ ഐ ക്രീംസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടിപ്പ് ഒന്ന് വൈപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇതിൽ ഓൾറെഡി പ്രൊഡക്ട്സ് എല്ലാം പറ്റിയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ നാളെ ഉപയോഗിക്കുമ്പോൾ ആ സെയിം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ അണ്ടർ ഐ പാച്ചസ് ആണ്. എം കഫേൻ്റെ കോഫി ഹൈഡ്രോജൽ അണ്ടർ ഐ പാച്ചസ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്പാച്ചുല കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഓരോ പാച്ചസ് എടുക്കാം. സോ ഇത് ഞാൻ വെച്ചിട്ടൊരു 15 minutes ആയി. ഇനി ഇത് പതുക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.